അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് റൈറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ നമ്പർ ഇൻപുട്ട് കൊടുക്കുന്നത് 123 കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന നമ്പർ 123 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് റിവേഴ്സ് ഓൾറെഡി 0 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ് നേരത്തെ തന്നെ അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് വൈൽ ലൂപ്പിനകത്തോട്ട് വരും. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കും. അതായത് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ 123. ഓക്കെ, 123 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അടുത്തതിനകത്തോട്ട് എക്സിക്യൂട്ട് വരും, റിമൈൻഡറിനകത്തോട്ട് വരും. അപ്പോൾ റിമൈൻഡറിനകത്ത് നമ്പറെ മോഡ് 10 ആണ്. അതായത് നിങ്ങൾ കോഡ് നോക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കോഡ് നോക്കിയാൽ അന്നേരം ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. 123 മോഡ് 10, അതായത് 123 മോഡ് 10 എന്ന് ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യണം അതിന്. അതായത് 123 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പം 12 ഇൻറ്റു 10 ആണ് 120. ഓക്കെ, 12 ഇൻറ്റു 10 120 വരും. എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ ഈ റിമൈൻഡറാണ് നമ്മൾ മോഡിൽ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറയുമ്പോൾ എന്താണ് 3. നമുക്ക് ഈ 3 ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ആലോചിച്ചാൽ മതി, 3 റിമൈൻഡർ നമുക്ക് 3 കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് കോഡിലോട്ട് വരും, റിവേഴ്സിനകത്തോട്ട് വരും. എന്നിട്ട് റിവേഴ്സിനകത്തോട്ട് വന്നിട്ട് ഈ റിവേഴ്സ്, അപ്പോൾ ഇപ്പോൾ ഇവിടെ റിവേഴ്സ് അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ റിവേഴ്സ് 0 ഇൻറ്റു 10 എന്ന് വരും. ഓക്കെ, പ്ലസ് നമുക്കിവിടെ കിട്ടിയ റിമൈൻഡർ, അതായത് ഈ റിമൈൻഡർ എത്രയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്? 3. ഓക്കെ, അപ്പോൾ ആ 3 ഇട്ട് ആഡ് ആവും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വരും, നമ്പർ ഈസ് ഈക്വൽ ടു അസൈൻ ചെയ്ത് നമ്മൾ കൊടുത്ത വേരിയബിൾ, അതായത് നമ്പർ നമുക്ക് എത്ര ആയിരുന്നു കൊടുത്തേക്കുന്നത്? 123. ഓക്കെ, 123 / ഓപ്പറേറ്റർ കൊടുക്കും 10. ഇവിടെ അതുപോലെ തന്നെ 123 10 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ റിമൈൻഡർ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൊടുത്ത് ഇവിടെ ബാക്കിയും കൂടെ ചെയ്യുമ്പം 10 3 ഇൻറ്റു 30 വരുമ്പോഴേ നമുക്ക് ഈ ഡിവിഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഈ / ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട്, അതായത് ഈ 12 മാത്രം എടുക്കുക. ഇങ്ങനെ ഒരു ഡിവിഷൻ വരുമ്പോൾ 12 മാത്രം ഇതെടുക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ഓപ്പറേറ്റർ കൊടുക്കും. അപ്പോൾ അവിടെ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം 12 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് 12 കിട്ടി. ഇപ്പോൾ നമുക്ക് റിവേഴ്സിൻ്റെ ആൻസർ എത്രയാണ് കിട്ടിയേക്കുന്നത്? ഇവിടെ ഇത് 0 വരും, 10 ഇൻറ്റു 0 വരും, പ്ലസ് 3. അപ്പോൾ അത് 3 കിട്ടി. ഓക്കെ, അപ്പോൾ വീണ്ടും റിവേഴ്സ് നമ്പർ നമുക്ക് കിട്ടി, 12ഉം 3യും കിട്ടി. ഇനി ഇത് ലൂപ്പ് 1 ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പൈച്ചാപ്പിനകത്ത് ഇത് ലൂപ്പ് 1, അതായത് അതിനകത്ത് നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കോഡ് വരുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ലൂപ്പ് 2 ആയിരിക്കും. ഓക്കെ, ലൂപ്പ് 2-നകത്തെന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ വീണ്ടും ഇപ്പോൾ വൈൽ ലൂപ്പാണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പിൽ അത് ഇപ്പോൾ ലൂപ്പായിട്ട് വന്ന് ഓരോ ലൂപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ലൂപ്പിനകത്ത് നമ്പർ 12 വരും, റിവേഴ്സിൻ്റെ വാല്യൂ മാറും. റിവേഴ്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 എന്ന് വരും. ഓക്കെ, റിവേഴ്സ് 3 എന്ന് വരും. എന്നിട്ട് വീണ്ടും അത് വൈൽ ലൂപ്പിനകത്ത് പോവും. വൈൽ എന്താണ് നമ്പർ എത്ര? 12 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക. ഓക്കെ, അത് കറക്റ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അങ്ങനെ ആണെങ്കിൽ എന്ത് വരും? റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ ഈസ് ഈക്വൽ ടു നമ്മുടെ നമ്പർ എത്ര? 12 മോഡ് 10 എന്ന് വരും. ഓക്കെ, 12 മോഡ് 10. അപ്പോൾ 12 മോഡ് 10 എത്ര? 12 ഡിവൈഡ് ബൈ 10 വരും. അപ്പോൾ 10 ഇൻറ്റു 10 റിമൈൻഡർ 2 വരും. ഓക്കെ, റിമൈൻഡർ നമുക്കിവിടെ കിട്ടുന്നത് 2 ആണ്. റിമൈൻഡർ ആണ്, അല്ലാതെ ഡിവിഷൻ ചെയ്ത കോഷ്യൻ്റ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ റിമൈൻഡർ 2 വരും. എന്നിട്ട് പിന്നെ നമുക്ക് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ എത്ര ആയിരുന്നു ഇവിടെ? 12 / ഓപ്പറേറ്റർ 10 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 ഡിവൈഡ് ബൈ 10 നമ്മൾ 2 കിട്ടി. ഇപ്പോൾ ഒരു പോയിൻ്റ് കൊടുത്ത് നമ്മളിവിടെ 20 ആക്കി, 2 വെച്ചു 20 ആക്കി. അപ്പോൾ അത് ആ ഡിവിഷൻ കംപ്ലീറ്റ് ആക്കി. ഇവിടെയും നമുക്ക് / ഓപ്പറേറ്റർ എന്തിനായിരുന്നു? ഇൻറ്റിജർ പാർട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഇവിടുത്തെ 1.2-നകത്ത് 1 മാത്രമേ എടുക്കും. അപ്പോൾ 1 ആയി. പിന്നെയും നമുക്ക് റിമൈൻഡറും ഓക്കെ, സോറി ഇടയ്ക്ക് വെച്ച് റിമൈൻഡർ കഴിഞ്ഞ് ഞാൻ റിവേഴ്സ് ചെയ്തില്ലല്ലയോ? ഓക്കെ,
അപ്പോൾ റിമൈൻഡർ നമുക്ക് അത് കറക്റ്റായി. ഇത് അടുത്ത ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതായത് റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഇവിടെ എത്ര വന്നേക്കുന്നത്? 3 ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. അപ്പം ആ 3 ഇൻറ്റു 10 പ്ലസ് നമുക്കിവിടെ കിട്ടിയ റിമൈൻഡർ എത്ര? 2. അപ്പോൾ 3 ഇൻറ്റു 10 30 പ്ലസ് 2 നമുക്ക് 32 കിട്ടി. ഓക്കെ, 32 കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നമ്പർ ഈസ് ഈക്വൽ ടു 12 ഡബിൾ സ്ലാഷ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രമാകുമ്പോൾ 2. അപ്പോൾ നമുക്ക് പുതിയൊരു നമ്പറിൻ്റെ വാല്യൂം പുതിയൊരു റിവേഴ്സിൻ്റെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പുതിയ വാല്യൂ കിട്ടി. അപ്പോൾ പുതിയ നമ്പർ എന്ന് പറയുമ്പം 1 ആവും. റിവേഴ്സ് ചെയ്യുന്ന വാല്യൂ 32 ആവും. ഓക്കെ, റിവേഴ്സ് ഈസ് ഈക്വൽ ടു 32 ആവും. അത് കഴിഞ്ഞിട്ട് എന്താണ്, റിവേഴ്സ് ചെയ്യുന്ന വാല്യൂ 32 കിട്ടി. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൈൽ ലൂപ്പിനകത്ത് വീണ്ടും വരും. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്പർ എത്ര? 1 ഗ്രേറ്റർ ദാൻ 0 ആണ്, എക്സിക്യൂട്ട് ആവും, താഴോട്ട് വരും. റിമൈൻഡർ ഡോട്ട് വരും. റിമൈൻഡർ ഈസ് ഈക്വൽ ടു നമ്പർ എത്ര? ഇവിടെ 1 മോഡ് 10. ഓക്കെ, അപ്പോൾ അത് എത്ര ആണെന്ന് നോക്കാം. അപ്പോൾ 1 മോഡ് 10 1 ഡിവൈഡ് ബൈ 10 വെച്ച് നോക്കാം നമ്മൾ. അപ്പോൾ എത്ര? നമുക്ക് അങ്ങനെ പറ്റത്തില്ല, നമ്മൾ പോയിൻ്റ് കൊടുക്കും. അപ്പോൾ പോയിൻ്റ് ഇട്ട് ചെയ്യും. പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 0 ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ആഡ് ചെയ്ത് 1 ഇൻറ്റു 10 എന്ന് വരും, 0 കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്, 1 ആയിട്ട് എടുക്കും. അപ്പോൾ ആ 1 ആയിട്ട് ഇങ്ങനെ പോയിൻ്റ് വരുമ്പം നമ്മൾ 1 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 1 റിമൈൻഡർ ആയിട്ട് കൊടുക്കും ഇവിടെ. എന്നിട്ട് നമ്മൾ റിവേഴ്സിനകത്ത് പോകും. റിവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, മറ്റേ പഴയ ഇക്വേഷൻ തന്നെ. റിവേഴ്സ് നമുക്കിവിടെ എത്ര? 32 ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ 1. ഓക്കെ, എത്രയാണ്? 32 320 വരും. 320 പ്ലസ് 1 321. ഓക്കെ, കിട്ടി. എന്നിട്ട് വീണ്ടും നമ്പറിലോട്ട് വരും. നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ എത്രയാണ്? 1 ഡബിൾ സ്ലാഷ് 10. അപ്പോൾ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് നമ്മൾ എടുക്കുന്നത് എത്ര? അത് നമ്മൾ ഫുൾ ഡിവിഷൻ കഴിഞ്ഞ്, അപ്പോൾ അത് 0 കിട്ടി. അപ്പോൾ അവിടെ ഇത്ര എക്സിക്യൂട്ടായി. ഇപ്പോൾ 0യും 321 അത് 0യും 321 ആയി. എന്നിട്ട് വീണ്ടും അത് ലൂപ്പ് പോകും. ഇതിപ്പോൾ ലൂപ്പ് 3 ഇല്ലേ, ലൂപ്പ് 3 ആണ് ഇത് എക്സിക്യൂട്ട് ആവും. അടുത്ത ലൂപ്പ് 4 ആവും. ഇപ്പോൾ ലൂപ്പ് 4ൽ നമുക്ക് നമ്പർ എന്താണ്? നമ്പർ 0 ആണ് കിട്ടി. നമ്പർ ഈക്വൽ ടു 0. റിവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? റിവേഴ്സ് ഇവിടെ എത്ര? 321. ഓക്കെ, എന്നിട്ടത് വീണ്ടും വൈൽ ലൂപ്പിനകത്ത് പോകും. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കണം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്പർ എത്രയാണ്? 0. അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. അപ്പോൾ ഇവിടെ വെച്ച് കോഡ് കട്ടാവും. എന്നിട്ട് നേരെ പ്രിൻറ്റിലോട്ട് പോകും. പ്രിൻറ്റ് ഓഫ് നമ്മൾ എന്താണ് പ്രിൻറ്റ് ഓഫ് കൊടുത്തേക്കുന്നത്? റിവേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ പ്രിൻറ്റ് ഓഫ് റിവേഴ്സ്, അതായത് നേരത്തെ വരെ കിട്ടിയ റിവേഴ്സ്. നേരത്തെ എത്ര റിവേഴ്സ് കിട്ടിയത്? 321. അത്ര ഈ ഇവിടം വരെ കിട്ടിയത് ഇത്രയും ചെയ്തു വന്ന റിവേഴ്സാണല്ലോ. അപ്പോൾ ഈ റിവേഴ്സാണ് നമുക്കിവിടെ താഴെ വരുമ്പോൾ പ്രിൻ്റ് ആവണം. അപ്പോൾ 321 പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്ക് നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് എത്ര? 123 തിരിച്ചിടുമ്പോൾ എത്ര? 321 അല്ലേ? അത് തന്നെ നമുക്ക് ലാസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ.